കോഴിക്കോട് MDMA-യുമായി സഹോദരങ്ങൾ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. ഡാൻസ് ഓഫ് സംഘവും പന്തിരങ്കാവ് പോലീസും നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. നായകളെ അഴിച്ചുവിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ സാഹസികമായാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 30 ഗ്രാം MDMA കണ്ടെടുത്തു. മേഘയുണ്ട് വിവരങ്ങളുമായി. മേഘ, ഇപ്പോൾ ഈ ലഹരിവേട്ട വളരെ പ്രധാനപ്പെട്ടതാണ്. MDMA-യുമായി സഹോദരങ്ങൾ ഉൾപ്പെടെ 3 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർ പോലീസിനെ നായകളെ വിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചു എന്നതാണ്. എങ്ങനെയാണ് ഇവിടെ പിടികൂടിയത്? എങ്ങനെയാണ് ഇവരിലേക്ക് ഡാൻസ് ഓഫ് സംഘം എത്തിയത്? കുറെ നാളുകളായി ഇവർ ഡാൻസ് ഓഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു. കാരണം നേരത്തെ തന്നെ ഈ സഹോദരങ്ങളിൽ ഒരാൾ MDMA-യുമായി പിടിയിലായതാണ്. അതിനു പിന്നാലെ പല തവണ MDMA കേസുകളിൽ പെട്ട ആളാണ്. MDMA ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ട് എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിൽ ഉൾപ്പെടെ പെട്ട ആളുകളാണ്. ഈ അരീക്കാട് നല്ലളം സ്വദേശി സാജിദ് ജമാൽ, അതിനൊപ്പം തന്നെ അബ്ദുൾ സമദ്, ഇവരാണ് സഹോദരങ്ങൾ. ഇതിനൊപ്പം ആലപ്പുഴ സ്വദേശി അറഫ നദീർ എന്നിവരെയാണ് പിടികൂടിയിരിക്കുന്നത്. ഇതിൽ സഹോദരങ്ങളായ അബ്ദുൾ സമദും സാജിദ് ജമാലും 18 കിലോ കഞ്ചാവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പിടിയിലായി ജയിൽവാസം അനുഷ്ഠിച്ചിരുന്നു. അതിന് പിന്നാലെ ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തു. ഈ ജയിലിൽ വെച്ചാണ് കൂടെ പിടിയിലായ നദീറുമായി ഇവർക്ക് പരിചയം ഉണ്ടാകുന്നത്. ഈ നദീർ 7 കിലോ കഞ്ചാവ് കേസിൽ 1.5 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. ഈ നദീറിനെ ജയിലിൽ നിന്ന് പുറത്തെത്തിക്കുന്നത് ഉൾപ്പെടെ ഇവരാണ്, അതായത് ഈ സമദാണ്. ഇത്തരത്തിൽ പുറത്തിറങ്ങിയാൽ MDMA ഇത് വിൽപ്പന നടത്താം എന്ന വാഗ്ദാനം കൂടി നൽകിക്കൊണ്ടാണ് ഇവരെ പുറത്ത് എത്തിക്കുന്നത്. അതാണ് പോലീസ് പറയുന്നത്. ഇത്തരത്തിലാണ്. അതിനായി ആലപ്പുഴയിലുള്ള ഈ നദീറിനെ കോഴിക്കോടേക്ക് ഈ ജമാൽ വിളിച്ചു വരുത്തുകയായിരുന്നു എന്നുകൂടി പോലീസ് പറയുന്നു. ആവശ്യമായ ജാമ്യത്തിൽ ഇറങ്ങാനുള്ള മുഴുവൻ സാമ്പത്തിക സഹായവും സാജിദ് നൽകിയെന്നും പോലീസ് പറയുന്നുണ്ട്. 20 വയസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് 20 വയസ്സിൽ താഴെയുള്ള കൗമാര പ്രായക്കാരെയാണ് ഇവർ സഹായത്തിനായി പലതവണ കൂടെ കൂട്ടാറുള്ളത് എന്നത് പോലീസ് പറയുന്നു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അധികം ആരും ശ്രദ്ധിക്കാത്ത സ്ഥലങ്ങളിൽ ഫ്ളാറ്റ്, വാടക വീട് എന്ന് ഇവിടുത്താണ് മയക്കുമരുന്ന് കച്ചവടം ഇവർ നടത്തിയിരുന്നത്. ആളുകൾക്ക് സംശയം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ദീർഘനാള് എവിടെയും താമസിച്ചിരുന്നില്ല. എപ്പോഴും ഇവർക്കൊപ്പം യുവതികൾ ഉണ്ടായിരുന്നു എന്നതുകൂടി പോലീസ് പറയുന്നുണ്ട്. യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളെല്ലാം വാടകയ്ക്കും പണയത്തിനും എടുക്കുകയായിരുന്നു. ആഡംബര കാറുകളാണ് ഇവർ എപ്പോഴും വാടകയ്ക്കൊക്കെ തന്നെയും എടുത്തിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. പലതരത്തിലുള്ള ബിസിനസ്സുകളുടെ പേരുകൾ പറഞ്ഞാണ് ഫ്ളാറ്റുകളും വാടക വീടുകളും ഒക്കെ തന്നെയും ഇവർ സംഘടിപ്പിച്ചിരുന്നതെന്ന് പോലീസ് പറയുന്നു. എത്ര നാളായിട്ടും, അതായത് കഴിഞ്ഞ കുറെ നാളുകളായി പോലീസ് ഇവരെ പിടികൂടാൻ എത്തിയപ്പോഴും തലനാരിഴക്കി. ശരി മേഘ, ഏതായാലും വളരെ പ്രധാനപ്പെട്ടതാണ്. ഡാൻസ് ഓഫ് സംഘം സഹോദരന്മാർ ഉൾപ്പെടെ 3 പേരെയാണ് ഇപ്പോൾ MDMA-യുമായി പിടികൂടിയത്. വിവരങ്ങളാണ് മേഘ നൽകിയത്.